എഫെസ്യ ലേഖനം ഒന്നെടുത്ത് 4-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യത്തില് ക്ഷമയെക്കുറിച്ച് ധന്യനായ പൗലോസ്ലീഹ വെളിപ്പെടുത്തുന്ന ഒരു വചനത്തിലോട്ട് നമ്മുടെ ചിന്തകളെ നമുക്ക് കൊണ്ടുവരാം. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പി. നിങ്ങളിങ്ങനെ ഫ്രീ ആയിട്ടൊന്നും ക്ഷമിക്കണ്ടേ. നമ്മുടെ എന്തുമാത്രം തെറ്റുകളെ കർത്താവ് ക്ഷമിച്ചോ എന്നിട്ട് നിനക്കെന്താ അടുത്തിരിക്കുന്ന ആളോട് ക്ഷമിക്കാൻ പറ്റാതെ? എനിക്ക് ഇപ്പം ചിലരുടെ മനസ്സിൽ ഇങ്ങനെ ഈ നമ്മൾ ഒരു മെയിലൊക്കെ അയച്ചിട്ട് പ്രിൻ്റ് വരുമ്പം അതിൻ്റെ പ്രിൻ്റ് എടുക്കുന്നത് പോലെ ചിലരുടെ മനസ്സിൽ ഇങ്ങോട്ട് 1 2 3 4 5 8 6 കുറേ പേരോട് ക്ഷമിക്കാൻ കിടക്കുക. ഇന്ന് യോഗം കഴിഞ്ഞ് അവരുടെ വീട്ടിൽ പോയി നിരപ്പ് പ്രാപിക്കുന്ന കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ ഇരുന്ന് ക്ഷമിക്കണം. ക്ഷമിച്ചതിനർത്ഥം എന്തുവാ? ചില ആൾക്കാർ പറയും ഞാൻ ക്ഷമിക്കും, പക്ഷെ ഒരിക്കലും ഞാൻ മറക്കത്തില്ല. ഇനി ആരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ടാ ഇവിടെ വായിക്കുക. പൗലോസ് പറയുന്നത് നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പി. അപ്പൊ നിങ്ങളുടെ എത്ര വലിയ തെറ്റ് ദൈവം ക്ഷമിച്ചു. അപ്പൊ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ തെറ്റ് ദൈവം ക്ഷമിച്ചില്ലേ? ക്ഷമിച്ചോ? നിന്നോടൊരാൾ തെറ്റ് ചെയ്താൽ നീ ക്ഷമിക്കുവോ? ഉണ്ടല്ലോ. ക്ഷമിക്കുവോ? ക്ഷമിക്കണം. ഞാൻ ഒരു ദിവസം സ്തോത്രം ചങ്ങനാശ്ശേരി ബൈപ്പാസ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പം, ഞാൻ യോഗത്തിന് വരുമല്ല, ഇങ്ങോട്ട് വരുമ്പം റോഡ് ബ്ലോക്കായി നിൽക്കുന്നു. അപ്പം ഞാൻ ഇറങ്ങിച്ചെന്നപ്പോൾ ഒരച്ചായന് സ്തോത്രം എനിക്കൊന്നത് ഗുഡ് ഫ്രൈഡേ അങ്ങനെ അങ്ങോട്ട് വിശേഷ ദിവസമാണ്, പള്ളിയിൽ പോകേണ്ട ദിവസമാണ്. പള്ളി പോയിട്ട് വരുമ്പം പുള്ളികളെ വണ്ടി ഓവർടേക്ക് ചെയ്യാൻ കയറ്റി വിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഒരു ചെറുപ്പക്കാരനുമായിട്ട് വഴിയിലിറങ്ങി വണ്ടി ക്ലോസ് ഇട്ട് ഇറങ്ങി നിന്നു. അവനെ ഇങ്ങനെ ആക്രോശിക്കും. അവൻ കുറേ നേരമൊക്കെ കേട്ടിരുന്നു. അപ്പം അതിൻ്റെ 2 വണ്ടി പുറകിലാണ് ഞാൻ. സ്തോത്രം. ആ ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് ഇറങ്ങി വന്ന ഇവർ തമ്മിൽ മൽപ്പിടുത്തമായി. നല്ല സിൽക്ക് ജുബായി സിൽക്ക് മുണ്ടുമൊക്കെ ഉടുത്തിരിക്കുന്ന ആ മനുഷ്യൻ്റെ മുണ്ടെല്ലാം ഊരി താഴെ വീണ് ഭയങ്കര ബഹളം. ഞങ്ങൾ ചെന്ന് കൈകൂപ്പി, എൻ്റെ പൊന്നച്ച വണ്ടിയെ കയറി വീട്ടിൽ പോവച്ച, അല്ല ഇവനെ തീർത്തിട്ടേ പോകത്തുള്ളൂ. ഞാൻ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്നാ എൻ്റെ അപ്പൻ്റെ പ്രായമുണ്ട്, അതുകൊണ്ടാണ് ഞാനൊരു പരുവത്തിന് നിൽക്കുന്നത്. ഇല്ലേ ഞാൻ സ്തോത്രം അവന് ജാക്കിയൊക്കെ എടുക്കുന്നേ കണ്ടു. ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയാം. അമ്മി അപാര ക്ഷമ വേണം. ഈ ക്ഷമയുടെ ഏറ്റവും വലിയ ട്രെയിനിങ് എവിടെയാണെന്നറിയാം? വീട്ടിലാണ്. വീട്ടിൽ ക്ഷമിക്കാത്തവൻ നാട്ടിൽ ക്ഷമിക്കത്തില്ല. നാട്ടിൽ ക്ഷമിക്കാത്തവൻ പള്ളിയിൽ ഒട്ടും ക്ഷമിക്കുകയില്ല. ഉണ്ടെന്നില്ലല്ലോ. അപ്പം ക്ഷമയുടെ ഏറ്റവും വലിയ ഈ മോശ ഭയങ്കര കോപിഷ്ഠനായിരുന്നു. പുള്ളി കൽപ്പലക വരെ എറിഞ്ഞു പൊട്ടിച്ചോളയും. അത്ര ദേഷ്യമോ പുള്ളിക്ക്. ചട്ടുപരത്തിൽ ഈ സ്ത്രീകളെ സംബന്ധിച്ച്, പുരുഷന്മാരെ സംബന്ധിച്ച് അലൂമിനിയ പാത്രം പെട്ടെന്ന് ചൂടാവും, പക്ഷേ 2 മിനിറ്റ് കൊണ്ട് ആറുകയും ചെയ്യും. സ്ത്രീ ചെമ്പുപാത്രം ചൂടാകത്തില്ല, ആയാൽ അതൊരു 1.5 ചൂടാണ്.